ആയുസേകിയ ദൈവം നൽകിയ പൊന്മണി മുത്തിവൻ എൻ്റെ മകൻ. ആയുസേകിയ ദൈവം നൽകിയ പൊന്മണി മുത്തിവൻ എൻ്റെ മകൻ. കുഞ്ഞിക്കാലൊന്ന് കാണാൻ കൊതിയോടെ പ്രാർത്ഥനയൊത്തിരി അർപ്പിച്ചു. ഉള്ളിൻ നൊമ്പരമറിഞ്ഞ ദൈവം നൽകിയ സമ്മാനം സാംസൺ എന്ന മകൻ. മദ്യപാനശീലം പാടില്ലെന്നോതി നീളമുള്ള മുടിയിൽ കത്രിക വയ്ക്കാൻ പാടില്ല. വിണ്ണിൻ കൃപയോടെ മണ്ണിൻ ബലമോടെ കരുത്തനായി സാംസൺ അങ്ങനെ വളർന്നു വന്നല്ലോ. ഏതു ശത്രുവിനെയും തോൽപ്പിച്ചിടുവാൻ ബലവും കഴിവുമുള്ളവനായി. ഒരു നാൾ സാംസൺ യാത്ര ചെയ്തിടവേ ഒരു കൂട്ടം ആളുകൾ ഓടി വന്നു. സിംഹം വരുന്നു, രക്ഷിക്കണം. അതു കേട്ടു സാംസൺ അമ്പരന്നു. അലറിക്കുതിച്ചെത്തും ആ കാട്ടുരാജന്റെ ജടയിൽ പിടിച്ചു സാംസൺ. അപ്പോൾ ഒരു കൊച്ചു പൂവ് പറിച്ചെടുക്കും പോലെ പൊക്കിയെടുത്തു നിലത്തടിച്ചു. തൻ പ്രിയജനത്തെ കൊന്നു തള്ളിയിടുന്ന ശത്രുവെയെല്ലാം അവൻ തുരത്തി. തൻ പ്രിയജനത്തെ കൊന്നു തള്ളിയിടുന്ന ശത്രുവെയെല്ലാം അവൻ തുരത്തി. തൻ്റെ ജനത്തിൻ്റെ സംരക്ഷകനായി ധീരനാം സാംസൺ ഉയർന്നു നിന്നു. ഒരിക്കൽ അങ്ങനെ യാത്രയ്ക്കിടയിൽ അവൻ കണ്ടു ദലീല എന്നൊരു ഫിലിസ്ത്യയായൊരു സുന്ദരിയെ കണ്ടു. ഉള്ളിൽ പ്രണയം പൂത്തുലഞ്ഞു നിന്നു. പ്രിയരവരുടെ നൽവാക്കുകൾ കേൾക്കാതെ പ്രണയിച്ചു അവനാ സുന്ദരിയെ. അവളുടെ പഞ്ചാരവാക്കിൽ വീണവനെ ചതിക്കാൻ അവൾ തക്കം നോക്കി നിന്നു. മടിയിൽ കിടത്തി സുഖമായുറക്കി മുടി മുറിച്ചവനെ അശക്തനാക്കി. മെല്ലെയുണർന്നവൻ ശത്രുക്കളെ കണ്ടു ചാടിയെഴുന്നേറ്റു നേരിടുവാൻ നെഞ്ചും വിരിച്ചങ്ങു നിന്നു. മുടി മുറിച്ചവളെന്റെ ശക്തി ചോർത്തി. ചതിയിലൂടവളെന്നെ ഒറ്റിക്കൊടുത്തു. ഒരുപാടു പ്രണയിച്ച പെണ്ണിന്റെ വഞ്ചന താങ്ങുവാനാകാതവൻ കരഞ്ഞു. മാതാപിതാക്കൾ തൻ വാക്കുകളോർത്തവനപ്പോൾ പ്രിയരായവർ തൻ വാക്കുകൾ കേൾക്കാത്ത ദുഃഖം അത് ചതിയായി അവനെ വിഴുങ്ങി. നിങ്ങളോർക്കൂ ഇന്നുമെന്നുമെന്നും മാതാപിതാക്കളെ അനുസരിക്കൂ. ആ സ്നേഹവാ